അവിടെ കുട്ടീനെ കൊന്നിക്കണേ, കൊന്ന് ഞാൻ കണ്ടും ചെയ്തിക്കണേ. മലപ്പുറത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ നസ്രിൻ എന്ന് പറഞ്ഞ പിഞ്ച് കുഞ്ഞിനെ സ്വന്തം വാപ്പ മൃഗീയമായി കൊലപ്പെടുത്തിയ വാർത്ത ശരിക്കും പറഞ്ഞാൽ ആ നാട്ടുകാരെ ഒന്നടഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്നുള്ള വ്യാജനയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. എന്നാൽ ഇവരുടെ വീട്ടുകാരുടെ, അതായത് ഇയാളുടെ ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരെ മൃഗീയമായി ഈ വീട്ടിലിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു മൊഴിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ്, കുട്ടിക്കളിയാണോ എന്നുള്ള രീതിയിലേക്കാണ് അന്ന് പോലീസ് ഇയാളുടെ അടുത്ത് പെരുമാറിയത്. ഒരു പക്ഷേ പോലീസ് അന്ന് ഇയാൾക്കെതിരെ വേണ്ട രീതിയിലുള്ള കേസ് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്തായാലും ഇപ്പോൾ ജീവനോടുണ്ടായിരുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. വലിയ രീതിയിൽ, അതായത് ഒരാൾക്കും കേൾവി പോലില്ലാത്ത രീതിയിലാണ് സ്വന്തം വാപ്പ എന്ന് പറയുന്ന വാപ്പ എന്ന് പറയാൻ പറ്റത്തില്ല, അവൻ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ കാര്യങ്ങൾ ഈ ആര്യ എന്ന് പറയുന്നത്, ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് ഈ കുട്ടിയെ കട്ടിലേക്ക് എടുത്തെറിഞ്ഞു, അതേകൊണ്ട് അലമാരിയിലേക്ക് എടുത്തെറിഞ്ഞു, കൂടാതെ തന്നെ കഴുത്ത് ഞെരിച്ചിട്ടാണ് ഈ കുട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഈ കുട്ടി വഴിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണെന്നാണ് അറിയുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. കാര്യം ഈ കുട്ടിയുടെ, അതായത് ഈ കുട്ടിയുടെ ബ്രെയിൻ തകർന്നിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ വാരികളുടെ ക്ഷതമേറ്റിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ക്ഷതങ്ങളും ഈ കുഞ്ഞിന്റെ ദേഹത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു മുറിവൊക്കെയാണ് ഈ കുട്ടിയുടെ ദേഹത്ത് കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പും ഈ കുട്ടിയെയും അതേപോലെ ഇയാളുടെ ഭാര്യയും ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയൊക്കെ പോലീസ് 1-2 വട്ടം ഈ കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കൊലപാതകത്തിൽ ഇത് കലാശിച്ചത്. എന്തായാലും ആ വീട്ടിലുള്ള ആൾക്കാർ, അതായത് ഈ കുട്ടിയെ അന്ന് ഉപദ്രവിച്ചതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ചങ്ക് പിടയാതെ നമുക്കിത് കേൾക്കാൻ കഴിയില്ല. നിങ്ങളത് കേട്ടു നോക്ക്. അവിടെ കുട്ടീനെ കൊന്നിക്കണേ, കൊന്ന് ഞാൻ കണ്ടും ചെയ്തിക്കണേ. എന്താണ് കുട്ടീനെ എന്താണ് അവർ ചെയ്തത്? എന്താണ്? കൊല്ലി പിടിച്ച് നോക്കിയതാണ്. ഇത് സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നോ കുട്ടീനെ? ആ, ശരിയായിട്ടുണ്ട് അല്ലേ? അതായത് ഇന്നലെ എപ്പോഴാണ് ഇങ്ങനെ മർദ്ദിച്ചപ്പോഴായിരുന്നു? ഉച്ചക്ക് 2 മണി 1:30 കഴിക്കണം. എന്തായിരുന്നു കുട്ടീനെ ചെയ്തത്? എന്താണ്? വായ പൊത്തിയാണ്ട് ശ്വാസം ഇതാക്കിയതാ, കൊല്ലി പിടിച്ച്. പിന്നെന്തെങ്കിലും ചെയ്തു? കട്ടിലുമ്മ കെട്ടുകാണ്ട് എറിഞ്ഞു. കട്ടിലമ്മയ്ക്ക് എറിഞ്ഞു. വേറെ എന്തെങ്കിലും ചെയ്തോ? അൽമാറമ്മക്ക് എറിഞ്ഞു. അതായത് ഈ കുട്ടി മാത്രമുള്ളോ നിങ്ങൾക്ക്? അല്ല, ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ആ കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു? ഇല്ല, എന്റെ അടുത്തേക്ക് തരൂല, കടക്കാനും തരൂല. വലിയ കൊച്ചിനെ എന്റെ അടുത്ത് കൊണ്ടുപോയിക്കാണ്ടാണ് പോയിക്കാണ്ട് കുട്ടിയുടെ അടുത്തേക്കാണ് അത് ഉപദ്രവിക്കുന്നത്. അപ്പൊ പിന്നെ കുറെ മുമ്പേ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? കൊറേ ചെയ്യാറുണ്ട്. കുറെ മുമ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങളെ മർദ്ദിക്കാറുണ്ടോ? അടിച്ചു ഒക്കെ ചെയ്തതാ. കൗത്തിലേക്ക് കുട്ടീനെ തടിച്ചു വാങ്ങാൻ നിന്നപ്പോ ഓന് ഇതാക്കിയതാണ്. ഈ കുട്ടി എന്ത് പറഞ്ഞിട്ടാണ് ഒരു മർദ്ദിക്കുന്നത്? എന്താണ് കേസ് കൊടുത്തിനി. നിങ്ങൾ ആദ്യം കേസ് കൊടുത്തിരുന്നു? അത് പറഞ്ഞിട്ടാണോ മർദ്ദിക്കുന്നത്? നിങ്ങള് കേട്ടില്ലേ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുട്ടിയെ മൃഗീയമായാണ് ഉപദ്രവിച്ചതെന്നാണ് ഈ ഭാര്യ പറയുന്നത്. കുട്ടിയെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ അത് പറയാനുള്ളൊരു ഇതില്ല. കാര്യം 2.5 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. ആ കുട്ടി അത്രത്തോളം മൃഗീയമായിട്ടാണ് ഈ കാട്ടാളൻ ഇവൻ ഉപദ്രവിച്ചത്. എന്തൊരവസ്ഥയാണ്. ഈ അവര് കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഇയാള് ഈ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ചെലവിന് കൊടുക്കാറില്ല. അതിന്റെ പേരിൽ പലതവണ പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് കൊടുത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതിനെ ചൊല്ലിയൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നത്. ചെലവിനും കാര്യങ്ങളും കൊടുത്തത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറഞ്ഞാല് എന്തിനാണ് ഈ കല്യാണം കഴിക്കാൻ ത്രാണിയില്ലാത്തവനൊക്കെ സത്യം പറഞ്ഞാൽ എന്തിനാണ് പോയി കല്യാണം കഴിക്കുന്നത്? ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് പിള്ളേരെ ഉണ്ടാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ, അതായത് ഭാര്യ വീട്ടിൽ എന്ത് സംഭവിച്ചാലും, അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടിലല്ല, ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും മോളെ നീ എങ്ങനെങ്കിലുമൊക്കെ അത് കടിച്ചു പിടിച്ച് നിൽക്കണം എന്ന് പറയുന്ന വീട്ടുകാരുടെ മുമ്പിൽ ഈ ഉമ്മയും, അതായത് ഈ കുട്ടിയുടെ ഉമ്മ, അതായത് പെൺകുട്ടിയുടെ ഉമ്മ ഈ പെൺകുട്ടിയെ ഇയാളുടെ ഉപദ്രവം സഹിക്കാതെ നേരെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയുണ്ടായി. എന്നിട്ട് പോലീസുകാർ ഇടപെടലിന് മുഖേനയാണ് വീണ്ടും ഈ കുട്ടിയെ തിരിച്ചെങ്ങോട്ട് ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്നതും.
എന്നിട്ടും ഇയാൾ ഉപദ്രവം തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് വട്ടം ഇതിന് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും ഭർത്താവിന്റെ വീട്ടിൽ വിട്ട് വീണ്ടും ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു. അങ്ങനെ അവസാനം ആണ് ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ ഈ സംഭവം കലാശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവനൊക്കെ എന്തിനാണ് പെണ്ണ് കിട്ടുന്നത്? ചെലവിന് കൊടുക്കാൻ പറ്റുന്നില്ല, പെണ്ണിട്ടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പ്രായം പക്വത ഇല്ലാത്തവനൊക്കെ പോയി പെണ്ണ് കെട്ടിക്കിട്ട് ഈ എന്താ, ഒന്ന് ആലോചിച്ച് നോക്കി. 2.5 വയസ്സുള്ളൊരു കുഞ്ഞിനെയാണ് ഇത്രയും മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയത്. എന്ത് മനസാക്ഷിയാണ്? ഇവനൊക്കെ എന്ത് മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ആ ഉമ്മ പറയുന്നത് തിരിച്ച് ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന സമയത്തും ഈ ഉമ്മ പറയുന്നത് ഞാൻ എന്ത് ജോലി ചെയ്ത് വേണമെങ്കിലും എൻ്റെ മക്കളെ പോറ്റിക്കോളാം എന്നുള്ള രീതിയിലാണ്, അതായത് ഈ ഉമ്മ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നത്. എന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ച ഉണ്ടായി തിരിച്ചു വിട്ടു. അത് ഇങ്ങനൊരു സംഭവത്തിൽ കലാശിച്ചു. ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വലിയൊരു ഞെട്ടലിലാണ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം. അന്ന് ഈ പോലീസുകാർ അതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് 2.5 വയസ്സുള്ള പൊന്നുമോള് ഇന്ന് ഈ ലോകത്ത് ജീവനുണ്ടായനെ. അന്ന് പോലീസുകാരെ വന്ന് ശരിക്കും പറഞ്ഞ അനാസ്ഥയാണ്. അതിന്റെ പേരിൽ ആ കുഞ്ഞിന്റെ ജീവൻ ഇന്ന് ബലികൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ എന്തായാലും ഇവൻ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇവൻ ഈ കാട്ടാളൻ ഇയാൾക്കെതിരെ ഇപ്പോൾ എന്തായാലും കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങൾക്കെതിരെയും ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടിൽ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ, അതായത് മരണശിക്ഷയെ കുറിച്ചൊരു ശിക്ഷ ഇല്ല. അവനൊന്നും മരണത്തെക്കുറിച്ചൊരു ശിക്ഷയൊന്നും ഇവന് കൊടുക്കാനില്ല. അല്ല വേറൊന്നും പറയാനില്ല. എന്തൊരവസ്ഥയാണ്.